എഡ്വിൻസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ടെറസിൽ വച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സിനെ ഇന്ന് പരിചയപ്പെടാം. ഇത് സപ്പോട്ട മരമാണ്. നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിറയെ പൂക്കുന്ന ചെടിയാണ്. ടെറസിൽ വയ്ക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് നാരക ചെടിയാണ്. ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ നാരങ്ങയും ഈ ചെറിയ നാരക ചെടിയിൽ നിന്ന് തന്നെ കിട്ടും. ചെറിയ ചട്ടിയിലാണ് ഇത് വച്ചിരിക്കുന്നത്. നിറയെ പൂവിടുകയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും നട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നാരകം. നിറയെ പൂത്തിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ എല്ലാ പൂവും കായ പിടിക്കുകയും ചെയ്യും. ഇത് ഗുവ പ്ലാന്റ് ആണ്. നിറയെ പേരയ്ക്ക കാച്ചിരിപ്പുണ്ട്. ഒരു കൊലയിൽ തന്നെ നിറയെ പേരയ്ക്ക വന്നിട്ടുണ്ട്. ഇതിനു മുന്നേ കായ്ച്ചതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് വീണ്ടും കാച്ചിരിക്കുകയാണ്. ഇതും അധികം ഏരിയ ഒന്നും ഇല്ലാതെ തന്നെ ടെറസിൽ വയ്ക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിത് വച്ചിരിക്കുന്നത് അധികം സ്ഥലമുള്ള സ്ഥലത്തൊന്നുമല്ല, ചെറിയൊരു ടെറസിലാണ്. അധികം വീതിയില്ല, പക്ഷേ അതിൻ്റെ മണ്ടയിൽ ഗ്രില്ലടിച്ചിട്ടാണ് ഇത് വച്ചിരിക്കുന്നത്. ഇത് നേരത്തെ കാണിച്ച സപ്പോട്ട മരമാണ്. ഇതും പൂത്തു നിൽപ്പുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് മൽബറി മരമാണ്. നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിഞ്ചു പിടിച്ചില്ല. ചൂട് കാരണം എല്ലാം കൊഴിഞ്ഞു പോയി. നല്ല മധുരമാണ്. കൽക്കണ്ടം പോലെ മധുരിക്കും ഇതിൽ ഓരോ കായും. ഇത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ജമന്തിയാണ്. നമ്മളിവിടെ തന്നെ തൈ ഉണ്ടാക്കി എടുത്തതാണ്. കാരമരം. ഇനി കാണാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരമാണ്. നിറയെ പൂത്തു നിൽപ്പുണ്ട്. നേരത്തെ പൂത്തതെല്ലാം കായ പിടിച്ചു. അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ പൂക്കുന്ന സീസണാണ്. ഇതിന് പ്രത്യേക സീസൺ ഇല്ല, പക്ഷേ ഇപ്പോൾ പൂത്തു നിൽക്കുകയാണ്. ഇത് ബേച്ചെറി. നല്ല മധുരമുള്ള കായാണ്. ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ നല്ല കൂടുതലാണ്. ചെറിയ ചട്ടിയിലാണ് ഇത് വച്ചിരിക്കുന്നത്. ഇത് മധുരമുള്ള പുളിയാണ്. ഇപ്പോൾ കായ്ച്ചിട്ടില്ല. നേരത്തെ കാശ് നിൽപ്പുണ്ടായിരുന്നു. സാധാരണ എല്ലാ വീട്ടിലും ഒരു പരിചരണവും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ ചെടി. കുഞ്ഞു തൈയായിരിക്കുമ്പോൾ തന്നെ കായ്ക്കുന്ന ഒരു ചെടിയും കൂടെയാണ്. അടുത്തതായി കാണിക്കുന്നത് സ്വീറ്റ് ലൂവി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്നത് മധുരമില്ലാത്ത വെറൈറ്റിയാണ്. ഇത് നല്ല മധുരമുള്ളതാണ്. നിറച്ചു പൂക്കുകയും അതിനൊട്ട് കായ പിടിക്കുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് സീസണായിട്ട് അങ്ങനെയില്ല. ഫസ്റ്റ് കായ്ച്ച് പിന്നെ പൂക്കുകയും ആ സൈക്കിൾ പിന്നെയും തുടർന്ന് വരികയും ചെയ്യും. ഇത് ലില്ലി പില്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതെല്ലാവരും വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജംബൂട്ടി ഗാബ എന്ന ഫ്രൂട്ടാണ്. നിറയെ കാശിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പൂക്കളെ അതിൽ കാണാനുള്ളൂ. 4-5 പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞ ചെടിയാണ്. വളരെ വലിയ കായ്കളായിരുന്നു. ഇതും ടെറസിൽ വയ്ക്കാൻ നല്ല യോജിച്ച ചെടിയാണ്. അധികം കെയറിങ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അധികം രോഗങ്ങളൊന്നും വരാത്ത ചെടിയാണ്. കൊലയായിട്ടാണ് പൂക്കുന്നത്. ഇത് ടെറസിൽ തന്നെ കാച്ചിരിക്കുന്ന മാവാണ്. നിറയെ കായ്ച്ചിട്ടുണ്ട്. താഴോട്ടൊക്കെ മാങ്ങ നിറച്ച് കാച്ചിരിപ്പുണ്ട്. പക്ഷേ ഇത് ടെറസിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ടാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ
ഓരോ ചെടിയിനെയും കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതാണ്. വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.